തുടർന്ന് നമ്മൾ വീണ്ടും കൊച്ചിയിലേക്ക്. മാതൃഭാവത്തിന് വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ അഭിനയത്തിലേക്ക് വന്ന് നായക നടന്മാരുടെ അമ്മവേഷം ചെയ്ത് ഒടുവിൽ ആ അമ്മവേഷങ്ങളെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അത്രയധികം സൗഹൃദം ആ അമ്മവേഷങ്ങളോട് കാണിച്ച ഒരു അഭിനേത്രിയാണ് വിടവാങ്ങുന്നത്. ഇപ്പോൾ പ്രജിൻ സി കണ്ണൻ ചേരുകയാണ്. പ്രജിൻ, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ. അതിനുശേഷം ഇനി നടക്കാനുള്ള ചടങ്ങ് എന്താണ്? പ്രജിൻ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഔദ്യോഗിക ബഹുമതികളോട് തന്നെയാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ഇപ്പോൾ ഈ നാട് വിടവാങ്ങുന്നത്, വിട ചൊല്ലുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കവിയൂർ പൊന്നമ്മയുടെ സഹോദരനാണ്. അല്പസമയത്തിനകം ആ ചടങ്ങുകളിലേക്ക് കടക്കും. ഇപ്പോഴും ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ പൊന്നമ്മയെ ചേച്ചിയെ അവസാനമായി നോക്കിക്കാണാൻ എത്തിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. അറിയപ്പെടുന്നൊരു കൃഷ്ണ ഭക്ത കൂടിയാണ് കവിയൂർ പൊന്നമ്മ. ഒരുപക്ഷെ ഭക്തിയും വാത്സല്യവും ഒക്കെ എന്നും മുഖത്തുണ്ടായിരുന്നു. കഥാപാത്രങ്ങളിൽ മാത്രമല്ല, വ്യക്തിജീവിതത്തിലും ആ രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടും വാത്സല്യത്തോടും മാത്രം പെരുമാറിയ ഒരു വ്യക്തിത്വം അവരാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ആ രീതിയിൽ തന്നെ ഓർത്തെടുക്കുന്നു. ഇവിടെ എത്തുന്ന ഓരോരുത്തരും അമ്മ എന്ന് തന്നെയാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. അമ്മയ്ക്ക് വിട ചൊല്ലുന്നു എന്ന രീതിയിൽ തന്നെ ഓരോരുത്തരും പറയുന്നു. അമ്മ, സ്വന്തം അമ്മയുടെ വിയോഗം പോലെ ഓരോരുത്തരും ഇവിടുന്ന് മനസ്സിൽ ആ രീതിയിൽ തന്നെ കണ്ടാണ് അമ്മയെ കണ്ട് മടങ്ങുന്നത്. മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് കവിയൂർ പൊന്നമ്മയുടെ ഈ മടക്കമെന്ന് പറയാതെ വയ്യ. 1962 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിൽ 700-ലധികം ചിത്രങ്ങളിൽ
കവിയൂർപ്പൻ്റെ അനശ്വരമാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഇനിയും അവർ നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെയ്തതിൽ അധികവും അമ്മവേഷങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും ചലഞ്ചിങ് ആയുള്ള റോളുകൾ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു അഭിനേത്രി കൂടിയാണ്. ഒരു കലാകാരി എന്ന നിലയിൽ തീർത്തും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കവിയൂർപ്പന്നമ്മയുടെ മടക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പാട്ടുകാരിയായി അറിയപ്പെടണം, MS സുബ്ബലക്ഷ്മിയെ പോലെ ഒരു വലിയ ഗായികയായി അറിയപ്പെടണം എന്ന ആഗ്രഹമായിരുന്നു കവിയൂർപ്പന്നമ്മയ്ക്കുണ്ടായിരുന്നത്. ആ രീതിയിൽ ഏറ്റവും ആദ്യം കലാരംഗത്തേക്ക് വരുന്നത് ഗായികയായിട്ടാണ്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിൽ, തോപ്പിൽ ഭാസ് എഴുതിയ നാടകത്തിൽ ഗായികയായി തുടങ്ങിയ കലാജീവിതമാണ് ഇപ്പോൾ അടങ്ങുന്നത്. സിനിമയിലേക്ക് രാജേഷ് കൂടി ചേരുകയാണ് അവിടെ നിന്ന്. അനുജ, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ പൂർത്തിയാക്കി സംസ്കാരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മലയാള സിനിമയെ അമ്മവേഷങ്ങൾ കൊണ്ട് ധന്യമാക്കിയ കവിയൂർപ്പന്നമ്മ ഓർമ്മയാവുകയാണ്. സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കളമശ്ശേരിയിലെ ടൗൺ ഹാളിൽ നിരവധി പ്രമുഖരാണ് സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് എത്തിയിരുന്നത്. ഒട്ടനവധി സാധാരണക്കാരും അവിടെ എത്തി കവിയൂർപ്പന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടമാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ, ഗാർഡ് ഓഫ് ഓണർ അല്പസമയം മുമ്പ് പൂർത്തിയായി. മതപരമായ ചടങ്ങുകളുടെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.